അസ്സലാമു അലൈക്കും. നമ്മളിന്ന് നമ്മുടെ ഒരു കൊല്ലത്തിന് മേലെയായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ പരിചയപ്പെടുത്താൻ വന്നതാണ്. ഒരു കൊല്ലത്തിന് മേലെയായി അദ്ദേഹം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സമയത്ത് ബി പിക്ക് 15 വർഷമായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഷുഗറിന് 9 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പ്രോസ്റ്റേറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതായത് ആ മെഡിസിൻ കഴിച്ചാലേ മൂത്രം ക്ലിയർ ആയിട്ട് പോവുള്ളൂ എന്നുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും മെഡിസിൻ ഉണ്ടായിരുന്നു. പിന്നെ വെരിക്കോസിന്റെ പ്രശ്നം, പിന്നെ വയറ് പുകച്ചിൽ, ഈ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ഉള്ള ഫലമായിട്ടായിരിക്കാം അദ്ദേഹത്തിന് എപ്പോഴും വയറിന് അസ്വസ്ഥതകളായിരുന്നു ഉണ്ടായത്. പിന്നെ നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ടായിരുന്നു, ബോഡി നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ 1 വർഷങ്ങൾക്ക് ഇപ്പുറം അദ്ദേഹം ഇപ്പോൾ എല്ലാ ആഴ്ചയും വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് അല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ പൂർണ്ണമായും മെഡിസിനൊക്കെ നിർത്താൻ സാധിച്ചു. പൂർണ്ണമായും മെഡിസിൻ നിർത്താൻ സാധിച്ചത് അദ്ദേഹത്തിന് പ്രയാസം മാറിയത് കൊണ്ടാണ്. പ്രയാസമില്ലാത്ത ഒരാൾ പിന്നെ മെഡിസിൻ കഴിക്കേണ്ടതില്ലല്ലോ. ഷുഗറിന്റെ പ്രയാസമില്ല, ബി പിന്റെ പ്രയാസമില്ല, മൂത്രത്തിന് പ്രയാസമില്ല, പിന്നെ എന്തിനു മെഡിസിൻ കഴിക്കണം? അപ്പൊ ഇത്തരം പ്രയാസങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറി അനുഭവം പങ്കുവയ്ക്കാൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. ഇത്തരം ഹെൽത്ത് ഇഷ്യൂ ഒക്കെ കൊണ്ട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് എത്തേണ്ടി വന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അൽഹംദുലില്ലാ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും. നമ്മൾ മൊയ്തുഖാനെ പരിചയപ്പെടുത്താൻ വന്നതാണ്. മൊയ്തുഖന്നെ പറയും, മൊയ്തുഖന്റെ ഡീറ്റെയിൽസ്. മൊയ്തുഖ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, മാഷാ അല്ലാ. മൊയ്തുഖ എവിടെയാണ് സ്ഥലം, വയസ്സൊക്കെ ഒന്ന് പറഞ്ഞ് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്താ സ്ഥിതി എന്നൊന്ന് പറഞ്ഞാൽ മതി. ഞാനൊരു ഗൾഫ് യാത്രക്കാരനാണ്. ഇപ്പൊ കുറച്ച് നാട്ടിൽ തന്നെയാ ഉള്ളത്. പക്ഷേ എനിക്ക് 4 ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. ബ്ലഡ് സർക്കുലേഷൻ എന്തോ, മറ്റേ ബി പി, മറ്റേ യൂറിൻ, ഷുഗർ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ 1 വർഷത്തിലധികമായി ഞാൻ നിർത്തിയിട്ട്. കുഴപ്പങ്ങളൊന്നുമില്ല, വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ 10-14 കിലോ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ഹൈറായിട്ടാണ് തോന്നുന്നത്. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 82ലേക്ക് പ്രവേശിച്ചു. 21 കഴിഞ്ഞു. മാഷാ അല്ലാ. അതിന്റെ പ്രായത്തിൻ്റെതായ ആവശ്യതകളൊന്നുമില്ല. ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ബി പിക്ക് 15 വർഷം, ഷുഗറിന് 9 വർഷം. ഇപ്പോ നമ്മളടുത്ത് വന്നത് 2023 10-ാം മാസം 18-ാം തീയതിയാണ് ഫസ്റ്റ് കൺസൾട്ടിങ്. അപ്പോ അതിനുശേഷം പിന്നെ അൽഹംദുലില്ലാ ഇപ്പോ ഒരു വർഷം കഴിഞ്ഞു അല്ലെ? 1 വർഷം കഴിഞ്ഞു. ഇതുവരെ അതിൻ്റെതായ പ്രയാസങ്ങളൊന്നുമില്ല. മെഡിസിൻ ഒക്കെ പൂർണ്ണമായും നിർത്താൻ കഴിഞ്ഞു അല്ലെ? അപ്പൊ അതിൻ്റെതായ പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ വേറെ ഒരുപാട് എന്തൊക്കെയോ മറ്റേ പ്രോസ്റ്റേറ്റിന്റെ ഇഷ്യൂസ് യൂറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതും ഗുളിക കഴിക്കുന്നില്ല. പിന്നെ മറ്റേ മുട്ടുവേദനയുടെ പ്രയാസം, പല മുട്ടുവേദന ഉണ്ടായിരുന്നു, വെരിക്കോസ് ഉണ്ടായിരുന്നു, അതൊക്കെ സമാധാനം ഒരുപാട്. അതിന് പുറമെ മോൾ അക്യുപങ്ചറും പഠിച്ചു അല്ലേ? കൂടുതൽ ബെനിഫിറ്റ് ആയി. നല്ല മകള് പഠിച്ചു. നമ്മളെ അക്കാദമിയിൽ തന്നെ പഠിച്ചു. അതെ അതെ അതെ. ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിലെ ഒരു പ്രാക്ടീഷണർ കൂടിയാണ്. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.